ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ AF ഡയറീസ്. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമായ അൽബേനിയയിൽ ഞങ്ങൾ കൊമാണി തടാകത്തിലേക്ക് യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. കൊമാണി തടാകം അൽബേനിയയിലെ ഒരു മനോഹരമായ തടാകമാണ്. ഇത് ഡ്രിനി നദിയിൽ നിർമ്മിച്ച കൊമാണി അണക്കെട്ടിൻ്റെ ഭാഗമാണ്. ഈ തടാകം അതിൻ്റെ മനോഹരമായ പ്രകൃതി, ഉയർന്ന മലനിരകൾ, നീല നിറത്തിലുള്ള ജലസ്രോതസ്സുകൾ എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. കൊമാണി തടാകത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ബോട്ട് സഫാരി തന്നെയാണ്. കൊമാണി തടാകത്തിലൂടെ ബോട്ട് സഞ്ചാരം വളരെ പ്രശസ്തമാണ്. പ്രകൃതി ദൃശ്യങ്ങളും, അതായത് ആൽപ്സ് മലനിരകളുടെ ഭംഗിയോട് താരതമ്യം ചെയ്യപ്പെടുന്നു. ഗ്രാമീണ ജീവിതം അത് അതിൻ്റെ മറ്റൊരു ഭംഗിയാണ്. തടാകത്തിൻ്റെ ഇരുവശത്തുമുള്ള ചെറിയ ഗ്രാമങ്ങൾ അൽബേനിയയുടെ സാംസ്കാരിക വൈവിധ്യം പ്രകടിപ്പിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറയട്ടെ, കൊമാണി തടാകത്തിലേക്കുള്ള മലമ്പാതയാണ് അതിൻ്റെ മറ്റൊരു ആകർഷണീയത. കൊമാണി തടാകത്തിലേക്കുള്ള യാത്രയിൽ നല്ല മലഞ്ചെരിവുകളും അതിസുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ യാത്ര അൽബേനിയൻ ആൽപ്സ് മലനിരകളിലൂടെ കടന്നു പോകുന്നു. ഞങ്ങൾ പുറപ്പെട്ടത് തിരാനയിൽ നിന്നാണ്. തിരാനയിൽ നിന്ന് കൊമാനിയിലേക്ക് എത്താൻ നല്ല ദൂരമുണ്ടായിരുന്നു. അതായത് ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും തിരാനയിൽ നിന്ന് കൊമാനിയിലെത്താൻ. ഞങ്ങൾ കാറിലാണ് പുറപ്പെട്ടത്. 1-2 ബസ്സുകൾ തിരാനയിൽ നിന്ന് കൊമാനിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ബസ്സുകൾക്ക് യാത്രയുടെ സമയം കൂടുതലാണ്. കൂടാതെ കാറിലാണെങ്കിൽ പോലും പെട്രോൾ സ്റ്റേഷനുകൾ വളരെ കുറവാണ്. അതായത് കൊമാനി മലമ്പാതയിൽ എത്തിക്കഴിഞ്ഞാൽ റോഡിലെ പെട്രോൾ സ്റ്റേഷനുകൾ അപൂർവമാണ്. പ്രകൃതിയുടെ സമാധാനപരമായ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു മികച്ച വഴിയായിരുന്നു ഞങ്ങൾ പോയ വഴികൾ. അതായത് ഉയർന്ന പർവ്വതങ്ങൾ, താഴ്ചയുള്ള ഗിർക്കുകൾ, ആഴത്തിലുള്ള താഴ്വരകൾ എല്ലാം കാണാൻ കഴിയുമായിരുന്നു. ചില ഭാഗങ്ങളിൽ റോഡ് കുഴിയും വളവുകളും നിറഞ്ഞതായിരിക്കും. എന്നാലും അതിനും അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. മലഞ്ചെരിവുകളുടെ അരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സാഹസികതയും, എന്നാൽ ശ്വാസമടക്കി പിടിച്ചുള്ള ആ ഇരുപ്പും, അതെല്ലാം യാത്രയുടെ മറ്റൊരു സവിശേഷതയായിരുന്നു.
മഴിവെത്തിയെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാൻ കഴിഞ്ഞു. അവിടുത്തെ നാട്ടുകാരുടെ സ്നേഹപൂർവമായ ഇടപെടലുകളും പ്രത്യേക അനുഭവമായിരുന്നു. വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റുകളോ ഹോട്ടലുകളോ ഒന്നുമില്ലാതിരുന്നതിനാൽ ഞങ്ങൾ നേരത്തെ തന്നെ കുറച്ച് സ്നാക്സ് വാങ്ങി വണ്ടിയിൽ കരുതിയിരുന്നു. പക്ഷേ വഴിയിൽ കാത്തിരുന്നത് മറ്റൊന്നാണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഭീതി പുലർത്തിയ മറ്റൊരു കാര്യം. കാലാവസ്ഥ വളരെ മോശമായിരുന്നില്ല. സൺലൈറ്റ് ആയിരുന്നു എങ്കിൽ പോലും മലനിരകളായതിനാൽ തന്നെ നല്ല മഞ്ഞുമുണ്ടായിരുന്നു. സമ്മർ ടൈം അല്ലാതിരുന്നതിനാൽ വഴി അത്യന്തം സാഹസികമായി മാറി. വഴിയിൽ ഞങ്ങളെ കാത്തിരുന്നത് മൂടൽ മഞ്ഞും നേരിയ വെളിച്ചവുമാണ്. ിലേക്ക് പോകുന്തോറും വഴി മഞ്ഞുകൊണ്ടും മൂടിക്കഴിഞ്ഞിരുന്നു. കൊമാനി തടാകത്തിലേക്ക് പോകണമെന്ന് അത്രയും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും വഴിയിൽ പതിഞ്ഞിരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. മുന്നോട്ട് പോകുന്തോറും അപകടം കൂടി വരുമായിരുന്നു. തടാകത്തിലേക്കുള്ള യാത്ര നിർത്തിവെച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. കൊമാണി തടാകവും അതിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ കഴിയാത്ത വിഷമത്തിൽ ഞങ്ങൾ തിരിച്ചുള്ള മടക്കയാത്ര ആരംഭിച്ചു. തിരിച്ചുള്ള യാത്രയും മനോഹരവും എന്നാൽ ഭീതി പുലർത്തുന്നതുമായിരുന്നു. Be careful what you say, the walls can hear. If they listen closely, they'll take everything you hold dear. Stay sharp, they're watching. It's not about your reputation. Stay sharp, they're waiting to claim your dreams as their salvation. They hide in shadows, seeking cracks in your soul.